സാർ നമസ്കാരം. നമസ്കാരം. ബംഗാളിൽ രണ്ടാം ഘട്ട പോളിംഗ് വലിയ മുന്നൊരുക്കത്തോടുകൂടി തന്നെ നടക്കുന്നു. അതായത് ഒന്നാം ഘട്ട പോളിംഗിൽ 93% വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് വാർത്തകൾ. ഇക്കുറിയും ഇപ്പോൾ വലിയ തിരക്ക് കാണുമ്പോൾ ഏതാണ്ട് 90% വരെയെങ്കിലും പോളിംഗ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് 34 വർഷക്കാലം CPM ഭരിച്ച ബംഗാളിൽ ഇപ്പോ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ബംഗാളികളായ പലരും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി, അതായത് വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത കക്കൂസ് കുഴി കുത്തുക അല്ലെങ്കിൽ ചായ അടിക്കുക, ഇതൊന്നും ചെറിയ ജോലിയാണെന്ന് അവഹേളിക്കുന്നതല്ല. അത്രത്തോളം ഉപജീവനത്തിന് വേണ്ടി എന്ത് ജോലിയും തയ്യാറായി ബംഗാളികൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നു. തേനും പാലും ഒഴുക്കും എന്ന് പറഞ്ഞുകൊണ്ട് CPM 34 വർഷം ഭരിച്ച ബംഗാളിൽ നിന്നാണ് ബംഗാളികൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ CPM-ന്റെ ഭരണമാണ്. പറഞ്ഞു വരുന്നത്, CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ MA ബേബി ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ബംഗാളിൽ പലപ്പോഴും ഞങ്ങൾക്ക് കാലിടറിയിട്ടുണ്ട്, എന്നാൽ 34 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ബംഗാളിലെ കാർഷിക മേഖലയിൽ ഞങ്ങൾ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. എക്കണോമിക്സ് ടൈംസ്, ഹിന്ദു എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളിൽ അതിനെക്കുറിച്ച് വലിയ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ കർഷകർ ഇപ്പോഴും മിച്ചം ഉണ്ടാക്കുന്നു, മിച്ചം വയ്ക്കുന്നു, അവരുടെ ജീവിതം സുരക്ഷിതത്വമായിരിക്കുന്നു, സുഭിക്ഷമായിരിക്കുന്നു. എന്നാൽ പട്ടണങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാലിടറിയിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാൻ, വ്യാവസായിക വിപ്ലവത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വരെ ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാതെയാണ് അത് ചെയ്തത്. അപ്പോൾ കാലിടറി, വീണ്ടും ഭരണം പോയി. എന്നാൽ ഇപ്പൊ വീണ്ടും ബംഗാളിന്റെ ഭരണം ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ ബംഗാളിന്റെ നിയമസഭയിൽ ഇക്കുറി CPM-ന്റെ പ്രതിനിധികൾ ഉണ്ടാവും. ബംഗാളിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിയമസഭാ സാമാജികരുണ്ടാകും എന്ന് ബേബി പറയുന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു, കാലിടറിയിട്ടുണ്ടെന്ന് പറയുന്നു. കേരളം 2 വട്ടം ഭരിച്ചു CPM, വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, തുടർഭരണം കിട്ടും എന്ന് പറയുന്നു. MA ബേബിയുടെ ഈ തുറന്നു പറച്ചിലുകളിൽ, കുറ്റസമ്മതത്തിൽ എന്താണ് സാറ് യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്? MA ബേബി എന്ന് പറയുന്ന ഒരു കാപട്യക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം മുമ്പ് പ്രസംഗിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കാറിൽ വരും. കാറിൽ വന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വന്ന് നിർത്തും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കിൽ കയറി ആ സ്ഥലത്തേക്ക് പോകും. സുഖലോലുപതയിൽ കഴിഞ്ഞുകൊണ്ട് എല്ലാ ആഡംബര ജീവിതവും നയിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ തന്നെ പാർട്ടി സഖാക്കളുടെ മുമ്പിൽ പാർട്ടി സഖാവായിട്ട് ഒരു നാടൻ വേഷത്തിലും നാടൻ രൂപത്തിലുമാണ് അദ്ദേഹം തോൾസഞ്ചിയായിട്ട് എത്തിപ്പെടുക. ഇങ്ങനെ ഇവിടെയുള്ള CPM-കാരെ പറ്റിച്ചിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ സമയത്ത് ബാസ പുന്നയുടെ റൂമിൽ അദ്ദേഹം 2 റൂം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിലൊരു റൂമിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ടാണ് സ്വരലയ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം രാജ്യസഭ MP, രാജ്യസഭ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ചെയർമാനൊക്കെയായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം സ്വരലയ എന്നൊരു സംഘടന ഉണ്ടാക്കി. പ്രമുഖ AK ആന്റണി അടക്കമുള്ള ആളുകളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവരെയൊക്കെ പേര് മുന്നിൽ നിർത്തി അദ്ദേഹം കോടിക്കണക്കിന് രൂപ പബ്ലിക് സ്ഥാപനങ്ങളിൽ നിന്ന്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അദ്ദേഹത്തിന് ലുഫ്താൻസ എയർ കമ്പനി നടക്കം പിരിവ് നടത്തി. അങ്ങനെ കോടികൾ പിരിച്ച് അദ്ദേഹം അവിടെ സ്വരലയുടെ പേരിൽ വലിയ ചടങ്ങുകൾ നടത്തും. സംഗീത സദസ്സുകൾ, നൃത്ത സദസ്സുകൾ നടത്തും. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞത് സംഗീതത്തിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, സ്ത്രീകളെ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത്തരത്തെ സ്ത്രീകളെ കൂട്ടിക്കൊടുപ്പായിരുന്നു അദ്ദേഹത്തിന് പണിയെന്ന് ഞാൻ പറഞ്ഞതല്ല. ബെർലിൻ കുഞ്ഞൻ നായർ ചവിട്ടിത്തടവൽ എന്ന് പറയുന്ന ലേഖനത്തിൽ മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ആൾ ആരാണെന്നുള്ളത് പിന്നെ അതിലപ്പുറത്തേക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം പാർട്ടിയുടെ വലിയ സ്ഥാനം കിട്ടിയപ്പോൾ പാർട്ടി വളർത്താനോ പാർട്ടിയെ നന്നാക്കാനോ അല്ല ശ്രമിച്ചത്, പകരം പെണ്ണുപിടുത്തവും പിമ്പിങ് പണിയും ഒക്കെയാണ് അദ്ദേഹം ഡൽഹിയിൽ നടത്തിയത്. അതിന്റെ പേരിൽ കോടികൾ അദ്ദേഹം പിരിച്ചുണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിലാണ് കേരളത്തിലെ കവിയൂർ കേസിൽ അദ്ദേഹം കവിയൂരിലെ പെൺകുട്ടിയെ ബലാത്സംഗം 15 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ ക്രൈം പുറത്തുവിട്ട് അദ്ദേഹത്തെ നേരിട്ട് കോടതിയിൽ വെച്ച് ഞാൻ ചോദ്യം ചെയ്തു. അപ്പം അദ്ദേഹം അല്ലാന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അത് കുറ്റസമ്മതം നടത്തുക കൂടിയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള MA ബേബി
എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്? വെറും ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ആളാണ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബംഗാൾ തകർന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി CPM-ന് കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഭരണം തകരുമായിരുന്നോ? ബംഗാളിൽ നഗരങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമങ്ങളാണോ ഉള്ളത്? ഒരു 20% നഗരങ്ങളും 80% ഗ്രാമങ്ങളുമാണ്. 294 മെമ്പർമാരുള്ള അവിടുത്തെ ഇതില് നിയമസഭയില് 260 സീറ്റ് വരെ CPM-ന് സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. LDF-ന് അവിടെയുള്ള RSP, അതേപോലെ CPI, ഫോർവേഡ് ബ്ലോക്ക് 3-4-5 കക്ഷികൾ കിട്ടാറുണ്ട്. അതിൽ 200 സീറ്റുകളോളം ഒറ്റയ്ക്ക് തന്നെ CPM-ന് കിട്ടാറുണ്ട്. സാർ, മറ്റെല്ലാ പാർട്ടികളും ഒരു ഘട്ടത്തിൽ ബംഗാളിൽ അപ്രസക്തമായിരുന്നല്ലോ. CPM എന്നുള്ളൊരു മാത്രമല്ല, ത്രിപുരയിൽ കയറി ഒറ്റയ്ക്ക് കിട്ടി. അവിടെ ഒറ്റയ്ക്ക് 60 സീറ്റിൽ 58 സീറ്റും ഒക്കെയാണ് ഒറ്റയ്ക്ക് കിട്ടാറുള്ള CPM-ന്. പിന്നെ ആസാമിലേക്കും മറ്റു സ്റ്റേറ്റ്, ഒറീസയിലേക്കും മറ്റുള്ള സ്റ്റേറ്റിലേക്കും CPM വളരാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മൂക്കു കുത്തിയിട്ട് തകർന്ന് തരിപ്പണമായി ബംഗാളികൾ കംപ്ലീറ്റ് തെരുവ് തണ്ടേണ്ടി വന്നു. അവിടുത്തെ പലായനം ചെയ്ത് ജോലിക്ക് വേണ്ടി ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേരളത്തിലടക്കം എത്തിച്ചേരേണ്ടി വന്നു. മുമ്പ് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ എത്താറ്, ആന്ധ്രയിൽ നിന്നൊക്കെ എത്താറ്. ഇപ്പം അവിടെ ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് ഒഴുകി എത്തുന്നത്. കേരളത്തിൽ ഇവിടെ പിണറായി വിജയന്റെ ഭരണം കൊണ്ടല്ല, ഇവിടെ ഗൾഫിൽ നിന്ന് മേഖലയുള്ള ആളുകൾ കണ്ടമാനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ സമ്പദ് വ്യവസ്ഥ നല്ല ശക്തമാണ്. അപ്പം ഇവിടെയുള്ള ആളുകളുടെ വീട്ടിൽ ജോലി എടുക്കാനും അതേപോലെ ഫാക്ടറികളിലും അതേപോലെ സ്ഥാപനങ്ങളിൽ ജോലി എടുക്കാനും ആളെ കിട്ടാനില്ല. ഇവിടെയുള്ള ആൾക്കാരെ ഗൾഫിലേക്ക് പോവാണ്. അപ്പം ആ ഗ്യാപ്പിലാണ് ഇവർ വന്നിട്ട് ഇവിടെ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത് എന്തുകൊണ്ടാണ്? ജ്യോതിബാസു ഗവൺമെന്റിന്റെ, നമ്മളൊക്കെ അന്ന് മുമ്പ് ജ്യോതിബാസു എന്ന് പറഞ്ഞാൽ വലിയ ദൈവം മാതിരിയാണ് കണ്ടിരുന്നത്. പിന്നീടല്ലേ മനസ്സിലാകുന്നത് അവിടെ ഒരു പുരോഗമനം. ഞാൻ കൽക്കട്ടയിൽ പോയിരുന്ന കാലഘട്ടത്തിൽ കൽക്കട്ട നഗരത്തിലൂടെ പോകുന്ന നാറിപ്പൊഴുത്തിട്ടാണ് ആ നഗരം കടന്നിരുന്നത്. അതിനൊരു ഭംഗിയുമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ 1980, 85, 90 കാലഘട്ടങ്ങളിൽ പലതവണയിൽ ബംഗാളിൽ പോയിട്ടുണ്ട്, ഇവിടെ കൽക്കട്ടയിലും പോയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് ആ നഗരത്തിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. പഴയ വാഹനവും ബസ്സും മറ്റൊക്കെ ആയിട്ട് ഒരു വൃത്തികെട്ട നഗരമായിട്ടാണ്, ഒരു പുരോഗമനമില്ലാത്ത നഗരമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബംഗാള് പിന്നീട് ഒരു എല്ലാത്തിനും ഉണ്ടല്ലോ ഇങ്ങനെ ജനങ്ങൾ വെറുത്ത് ഒരു അടച്ചു പൂട്ടി സമ്മർദ്ദത്തിലാക്കി ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാൾ പിടിച്ചെടുക്കുകയും ബംഗാളിൽ പിന്നീട് മമതാ ബാനർജിയുടെ മുന്നേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പൊ ആദ്യമായിട്ട് എങ്ങനെയെങ്കിലും ഒരു 3-4 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. വലിയ കാര്യമൊന്നുമല്ല. കേരളത്തിൽ BJP-ന്റെ സ്ഥിതിമാതിരിയാണ്. ഇവിടെ 1, 2, 3 സീറ്റോ കിട്ടുമോ എന്നുള്ളതാണ് പ്രതീക്ഷ. അതേപോലെ ഒരു അവസ്ഥ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറെ കാലമായി സീറ്റ് കിട്ടിയിട്ട് ലോക്സഭയിലേക്കുള്ള സീറ്റ് കംപ്ലീറ്റ് പോയി, നിയമസഭയിലേക്കെങ്കിലും ഒരു സീറ്റ് കിട്ടുക എന്നുള്ള അത്ഭുതകരമായ എന്തോ സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് MA ബേബിയുടെ. അല്ല, 34 വർഷം, ഏതാണ്ട് 34 വർഷത്തോളം ഒരു നാട് ഭരിച്ച ഒരു പാർട്ടിക്ക് ഒരു നിയമസഭാ സാമാജികനെ പോലും പറഞ്ഞയക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് അന്യം നിന്നുപോയി എന്ന് പറയുമ്പോൾ MA ബേബിയുടെ ഒക്കെ ഈ ഇപ്പോഴത്തെ പ്രസ്താവന കേൾക്കുമ്പോൾ എന്ത് തരത്തിലുള്ള പുരോഗമനപരമായ കാര്യമാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത്? സാറ് പറഞ്ഞതുപോലെ 82% ഗ്രാമങ്ങളാണെങ്കിൽ ഗ്രാമങ്ങളിലൂടെ തന്നെയാണ് ഈ കാർഷിക അഭിവൃദ്ധി ഇന്ത്യക്കുണ്ടായത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയുടെ അഭിവൃദ്ധി ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു പണ്ട് മഹാത്മജിയൊക്കെ എഴുതിയത് വായിച്ചതായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോഴും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ബംഗാളികള് മുഴുപട്ടിണിയായി തന്നെ കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗീർവാണങ്ങൾ അടിക്കുന്നത്. അതിനൊരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സാഹിത്യപരമായിട്ട് സാംസ്കാരികപരമായിട്ട് കേരളത്തെ പോലെ ഏറ്റവും ഉന്നതിയുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാള്. ടാഗോറിനെ പോലെയുള്ള ബങ്കിംചന്ദ്ര ചാറ്റർജിയെ പോലുള്ള അങ്ങനെ പ്രമുഖരായ ഗുരുക്കളുള്ള സ്ഥലമാണ്. നോബൽ സമ്മാനം അടക്കം കിട്ടിയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകളുള്ള ബംഗാളിന് എന്തു പറ്റി? ബംഗാളിൽ CPM-ന്റെ കയ്യിൽ ഭരണം കിട്ടി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇതേപോലെ പിണറായി വിജയനെ പോലെയുള്ള ഏകാധിപതികളായ ആളുകൾ ഭരിക്കുകയും ഫ്യൂഡൽ വ്യവസ്ഥിതി പോലെയുള്ള സമ്പ്രദായങ്ങൾ പാർട്ടിക്കുള്ളിൽ വരികയും പാവപ്പെട്ട പാർട്ടി പ്രവർത്തക നേതാക്കന്മാരുമായുള്ള ബന്ധം അകൽച്ച ഉണ്ടാവുകയും ഭരണവും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധമില്ലാതാവുകയും അഹങ്കാരികളായി തീരുകയും ചെയ്തു പാർട്ടി നേതാക്കന്മാർ. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പാർട്ടി
പാർട്ടി തകർന്നു തരിപ്പണമായി, ഒരു സ്ഥലത്ത് പോലും ഇല്ലാതെ കംപ്ലീറ്റ് പോയി. മാത്രമല്ല അവിടെയുള്ള പാർട്ടി ഓഫീസുകളടക്കം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നു. അങ്ങനെയാണ് അവിടെ കംപ്ലീറ്റ് മാറ്റം ഉണ്ടായത്. ശരിക്കും വിപ്ലവം അങ്ങനെയാണ് അവിടെ ബംഗാളിൽ ഉണ്ടായത്. ആ വിപ്ലവത്തിലൂടെ ഉണ്ടായത് എന്താണ്? പാർട്ടി കംപ്ലീറ്റ് നാമാവശേഷമായി. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് സീറ്റ് കിട്ടുമെന്ന് പ്രത്യാശിച്ച് നിൽക്കുന്ന ഗതികേട് ആലോചിച്ചിട്ട് ആണ് ഇപ്പൊ ഞാൻ ചിരിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങോട്ട് പോകാത്തത്? പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ, അവിടെ CPM-ന്റെ പ്രചരണത്തിന് പോകാത്തത് എന്താണ്? കാരണം മറ്റൊരു കാര്യം കൂടി എടുത്തൊന്ന് ചോദിച്ചോട്ടെ. അതായത് ബംഗാളിലെ അതാണ് 34 വർഷക്കാലം ഭരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ CPM ഇല്ലാത്ത അവസ്ഥയായി. കേരളത്തിൽ 2ാം വട്ടം ഭരണം കഴിഞ്ഞിരിക്കുന്നു, ഇനി 3ാം വട്ടം ആവർത്തിക്കും എന്ന് പറയുന്നു. ഇനി ഇവരിങ്ങനെ ഭരിച്ച് കേരളം മറ്റൊരു ബംഗാളായി മാറാനുള്ള സാധ്യത കൂടിയുണ്ടോ? അല്ല, അതാണല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ എല്ലാ പരിസമാപ്തി എത്തിയിരിക്കുകയാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പിണറായിയും വീണ ജോർജും എന്നൊക്കെ പറയുന്ന രൂപത്തിലായി തീർന്നു ഇവിടുത്തെ മന്ത്രിമാര്. മാത്രമല്ല ഏകാധിപത്യത്തിന്റെ അങ്ങേ തലയ്ക്കുള്ള ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ഈ പാർട്ടി. കുറെ നേതാക്കന്മാർ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും മാത്രമായി നടക്കുന്നു. ഭരണത്തെ ഉപയോഗിക്കുന്നത് തട്ടിപ്പ് നടത്താനും വെട്ടിപ്പ് നടത്താനും കൊള്ള ചെയ്യാനും വിദേശത്ത് ഫണ്ട് എത്തിക്കാനും അത് സൂക്ഷിക്കാനും വേണ്ടി മാത്രമുള്ള സംവിധാനമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പാർട്ടിയും സംവിധാനവും. അതിനെ സംരക്ഷിക്കുന്ന ഒരു രൂപത്തിലാണ് പാർട്ടിയിലെ ഒരു വിങ് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുമായി നേതാക്കന്മാർക്കോ പിണറായി വിജയനോ ഒരു ബന്ധവുമില്ല. അപ്പൊ അവർ തമ്മിൽ അകന്ന് 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സാധാരണ കൃത്യമായി ഭരണം മാറാൻ വേണ്ടി കൃത്യമായി കാത്തിരിക്കുകയാണ്. അവർ തന്നെയായിരിക്കും പ്രാവശ്യം UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുക. കാരണം അവർക്ക് ഈ പാർട്ടിയെ നശിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. കാരണം പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. നമ്മള് ഇവിടുത്തെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂമിയുമായിട്ടും കാർഷിക മേഖലയായിട്ടും തൊഴിലാളി മേഖലയായിട്ടും വ്യവസായങ്ങളുമായിട്ടും അധസ്ഥിത വർഗ്ഗക്കാരുമായിട്ടും അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു പിണറായി പറയുന്ന മാർക്സിസ്റ്റ് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പിണറായി വിജയൻ എന്തെങ്കിലും ഒരു ജനക്കൂട്ടത്തിനടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടോ? 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ ഹിറ്റ്ലറും മുസോളിനിയും ഈദി അമീനൊക്കെ യാത്ര ചെയ്യുന്ന മാതിരി യാത്ര ചെയ്യുന്നു. ജനങ്ങളെ യാതൊരു ബന്ധവുമില്ല, സുഖലോലുപതിയോട് ജീവിക്കുക. അദ്ദേഹം വിദേശത്ത് പോയാൽ 7 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഫ്ലോർ റൺ എടുക്കുക. എത്ര കോടി ലക്ഷങ്ങളാണ് വേണ്ടത് ഒരു ദിവസത്തേക്ക്? അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തോണ്ടാണ്. നമ്മൾ കാണുന്നതിനെക്കാട്ട് അപ്പുറമുള്ള ഒരു കുത്തക മുതലാളിയാണ് പിണറായി വിജയൻ. ആഡംബര ജീവിതത്തിന്റെ ആഡംബര ജീവിതം മാത്രം ജനങ്ങളുമായി ബന്ധമില്ല. അദ്ദേഹം കുറെ തട്ടിപ്പ് നടത്തട്ടെ, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. തട്ടിപ്പ് നടത്താതെ ഒന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് രാഷ്ട്രീയം നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടി കെ കരുണാകരൻ എന്താ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് കരുണാകരനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. പിണറായി വിജയൻ എന്ത് അടിസ്ഥാനത്തിലാണ് ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്? അല്ല, ഉമ്മൻചാണ്ടിയുടെ ജനകീയ സമ്പർക്ക പരിപാടിയിലൊക്കെ ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഇരുന്ന അടുത്ത ദിവസം വെളുപ്പിന് 4 മണിവരെയൊക്കെ ഒറ്റ ഇരിപ്പിലിരുന്നിട്ടാണ് ജനങ്ങളെ കണ്ടു തീർത്തിരുന്നത്, അവരുടെ പരാതികൾ കേട്ടിരുന്നത് എന്ന് പറയുമ്പോ ഇതേ വയസ്സുള്ള ആളല്ലേ അതെ. പിന്നിപ്പോ പിണറായി വിജയന്റെ നവകേരള സദസ്സൊക്കെ നടക്കുമ്പോൾ പരാതി പെട്ടിയിൽ എഴുതിയിട്ടുണ്ട് പോണം. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അത്തരം സദസ്സുകളൊക്കെ നടത്തിയെന്നുള്ളൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരെ പേരിട്ടിരിക്കും? CPM എന്ന് പറഞ്ഞ പേരിട്ടോണ്ട് എന്താണ് അതിന് പ്രത്യേകത? മുമ്പ് നമ്മൾ കേട്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് കുത്തക ആൾക്കാരുടെ പാർട്ടിയാണെന്നാണ്. BJP എന്ന് പറയുന്ന ഹിന്ദു വർഗീയത പാർട്ടി. ഇപ്പൊ ഈ CPM-ന്റെ പ്രത്യേകത എന്താണ്? CPM ആർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? അതിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ കഴിഞ്ഞു. ആ പാർട്ടിയും പാവപ്പെട്ടവരുമായി യാതൊരു ബന്ധവുമില്ല. ആ പാർട്ടി വളർന്നു വരണമെങ്കിൽ ഒന്ന് പ്രതിപക്ഷത്ത് പോയി പിണറായി വിജയനെ പോലുള്ള ആൾക്കാരെ ആട്ടി ഓടിച്ച് ശുദ്ധീകരിച്ച്, അത് MABB പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണം ഉണ്ടാവും പാർട്ടിയിൽ, അതിലൂടെ പാർട്ടിയെ ഇതാക്കുന്ന അത് അദ്ദേഹത്തിന്റെ ആശയമായിരിക്കാം. ഇവിടെ നേരത്തെ അന്നപ്പോ ഈ അണികളൊക്കെ വേറെ വഴിക്ക് പോയിട്ടില്ല. അതിന് കൃത്യമായ സൂചന തന്നെയാണല്ലോ സാർ. ഇപ്പൊ അമ്പലപ്പുഴയിലെ G. സുധാകരന്റെയും തളിപ്പറമ്പിലെ TK ഗോവിന്ദന്റെ ഒക്കെ പിന്മാറ്റം പാർട്ടിയിൽ നിന്നുണ്ടായത് ഈ യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണല്ലോ അവര്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതിനകത്ത് ഒഴുകിപ്പോയി. ഇപ്പൊ കള്ളന്മാരായ കുറെ നേതാക്കന്മാരാണുള്ളത്. ഇതേപോലെയുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരെ ഷാനവാസിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് പാർട്ടിയിലെടുത്തല്ലോ. അപ്പൊ അതേ പെണ്ണുമിടിയന്മാരെ SP ശശി പോലുള്ള ആൾക്കാരൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിണറായി വിജയനെ പോലുള്ള കാട്ടുകള്ളന്മാരും കൊള്ളക്കാരും തട്ടിപ്പുകാരും മാത്രമുള്ള ഒരു പാർട്ടിയായി ഇത് അവശേഷിച്ച് ഇത് പൂർണ്ണമായി നശിക്കും. കേരളത്തിൽ ബംഗാളിനേക്കാൾ വേഗത്തിലായിരിക്കും
35 വർഷം കൊണ്ടാണ് 34 വർഷം കൊണ്ടാണ് ബംഗാളി നശിച്ചെങ്കിൽ ഇവിടെ 10 വർഷം കൊണ്ട് അതിന്റെ നാമാവശേഷമാക്കുന്ന എല്ലാ പരിപാടിയും പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും 4-ാം തീയതിക്ക് ശേഷം നമുക്കത് കാണാം, കണ്ടറിയാം. അധിക ദിവസം വേണ്ട, നമുക്ക് എല്ലാവർക്കും കാണാം 4-ാം തീയതി. അന്ന് പന്തലൊരുക്കി വെച്ചോളൂ പിണറായി, ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്.